കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് പഴഞ്ചൊല്ല്. എന്നാൽ അത് മാറ്റി കള്ളന്മാർ AKG സെന്ററിൽ ഉണ്ട് എന്നുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ പൊതുഖജനാവ് മാത്രമല്ല, പൊതുമുതൽ മുതൽ എല്ലാം കട്ടെടുക്കുകയാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ഇതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇന്ന് രാവിലെ പത്മകുമാർ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം 3 മണിയോടെയാണ് SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും വലിയ മോഷണമാണ്. ആ മോഷണത്തിന് എല്ലാം ചെയ്തു കൊടുത്തത് പത്മകുമാർ എന്ന CPMന്റെ മുൻ MLA ആണ്. പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയും സുഹൃത്തുമാണ്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ മുഴുവൻ നടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം ഈ പറയുന്ന മുൻ MLA പത്മകുമാറിന് എതിരാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത്, ഈ മോഷണത്തിനെല്ലാം ചുക്കാൻ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയമെടുത്തും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തും ഇങ്ങനെ ഒരറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായി SITക്ക് നേരത്തെ തന്നെ സൂചന ലഭിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ പരിശോധനയും SIT നടത്തി. അതിനുശേഷം പത്മകുമാറിന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചു. അദ്ദേഹം മുൻ MLAയും അതിനുശേഷം 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല മാത്രം ലക്ഷ്യം വെച്ച് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയുമായിരുന്നു. അന്ന് തന്നെ പത്മകുമാറിന് അറിയാമായിരുന്നു ഇത്രയും വലിയ ഒരു സ്വർണ്ണഖനിയായ ശബരിമലയെ എന്ത് തന്നെയായാലും മോഷണം നടത്തി വെളുപ്പിക്കണം എന്നുള്ള കാര്യം. അത് തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിന് മുകളിൽ നിന്നുള്ള എല്ലാ സഹായവും പത്മകുമാറിന് ലഭിച്ചിരുന്നു. ആ സ്വർണ്ണഖനി മുഴുവൻ എടുത്തുകൊണ്ടുപോയ വലിയൊരു ടീം തന്നെ ഇനി അറസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികളെല്ലാം ഈ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SITയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നാണ് ഇവരുടെ മൊഴികളിലെല്ലാം ഉള്ളത്. അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയും പിണറായി വിജയൻ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന രാജാവുമായിരുന്നു. ഇനി കുടുങ്ങാനുള്ളത് പത്മകുമാറിന് നിർദ്ദേശം നൽകിയവർ തന്നെയാണ്. ഒരാളും വെറുതെ പോകില്ല എന്ന് അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരിക്കുന്നു. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം SIT വളരെ വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ അന്വേഷിച്ചതുവരെ തന്നെ പത്മകുമാർ ഈ സ്വർണം ഉപയോഗിച്ച് പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പത്മകുമാറിന് നേരത്തെ 2 തവണ SIT നോട്ടീസ് നൽകിയതാണ്. N വാസു, അതായത് പിണറായി വിജയന്റെ വിശ്വസ്തനും മുൻ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അടക്കം ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പിനും കൂട്ടുനിന്ന വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് 2ാമതും നോട്ടീസ് നൽകിയത്. അതായത് വാസുവിന്റെ വായിൽ നിന്ന് തന്നെ പത്മകുമാർ നടത്തിയ കൊള്ളയെക്കുറിച്ചും വ്യക്തമായ വിവരം SITക്ക് ലഭിച്ചതാണ്. N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു ബോർഡ് പ്രസിഡന്റ്. അതായത് ഏറ്റവും വലിയ 2 കള്ളന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് ആ സ്വർണ്ണഖനി ഊറ്റിയെടുക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായി അകത്ത് കിടക്കുന്നത്. അവരിൽ നിന്നെല്ലാം കിട്ടിയ തെളിവുകൾ പത്മകുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനിയത് ദേവസ്വം മന്ത്രിയിലേക്ക് തന്നെ പോകുകയാണ്. ആ കാര്യം, ആ അറസ്റ്റ് ഇനി വിദൂരമല്ല എന്നുള്ളതിൻ്റെ സൂചനകളും SITയിൽ നിന്നും ലഭിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ നോക്കിയവർ, എന്തൊക്കെയോ കള്ളന്യായങ്ങൾ വിളിച്ചു പറഞ്ഞ് ചാനൽ ചർച്ചകളെയൊക്കെ വഴിതെറ്റിച്ച് വിടാൻ നോക്കിയവർ ഇപ്പോഴിതാ ഓരോരുത്തരായും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. CPMന്റെ മുൻ MLA, CPMന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ ദേവസ്വം പ്രസിഡന്റുമാർ,
അതുപോലെ തന്നെ CPM പറഞ്ഞതുപോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇനി ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അതിനു മുകളിലുള്ളവരും അറസ്റ്റിലേക്ക് എന്നുള്ള സൂചനകളാണ് SIT നൽകുന്നത്.